അഡ്മിറ്റ് എല്ലാം ശരിയാക്കിയതിനു ശേഷം ശ്രീരാജിൻ്റെ അമ്മ നിരീക്ഷണ വാർഡ് തിരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അഡ്മിറ്റ് കാർഡിലെ ബ്ലോക്ക് നമ്പർ 2 വാർഡ് നമ്പർ C ക്യാൻസർ വാർഡ് ഇത് തിരഞ്ഞുകൊണ്ട് ശ്രീരാജിൻ്റെ അമ്മ മുന്നോട്ട് നടന്നുപോയി. ശ്രീരാജ് വാർഡിലേക്ക് പ്രവേശിക്കാൻ നേരം വാർഡിൽ എഴുതിയതൊന്ന് വായിച്ചു. വാർഡ് C ക്യാൻസർ വാർഡ്. ശ്രീരാജ് ഒരു നിമിഷം സ്റ്റെക്കായി അവിടെ നിന്നു. ശ്രീരാജിൻ്റെ അമ്മ അവൻ്റെ കൈ പിടിച്ചു മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. ശ്രീരാജ് വാർഡിൻ്റെ മുന്നിൽ നിന്നും മാറുന്നില്ല. ശ്രീരാജിൻ്റെ അമ്മ ശ്രീരാജിനെ ചേർത്ത് പിടിച്ചു. മോനെ എന്ന് വിളിച്ചു. ഉറക്കത്തിൽ നിന്നും ഉണർന്നതുപോലെ ശ്രീരാജ് പെട്ടെന്ന് അമ്മയെ ഒന്ന് നോക്കി. ശ്രീരാജിന് അമ്മയോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. ശ്രീരാജിന് മനസ്സിലായി അവന് ക്യാൻസർ എന്ന മാരക രോഗം അവനെ തേടിയെത്തിയിരിക്കുന്നു എന്ന സത്യം. ശ്രീരാജിൻ്റെ അമ്മ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ബെഡ് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. ശ്രീരാജ് മുന്നോട്ട് നടക്കുമ്പോൾ തൻ്റെ 2 സൈഡിലേക്കും നോക്കുന്നുണ്ടായിരുന്നു. 2 ഭാഗങ്ങളിലെയും ബെഡുകളിൽ രോഗികൾ കിടക്കുന്നുണ്ട്. പലരും ശരീരം മെലിഞ്ഞൊട്ടി എല്ലും തോലുമായി കണ്ണുകൾ പുറത്തു ചാടിയ കോലങ്ങൾ. അവരുടെയെല്ലാം അടുത്ത് അവരുടെ 1-2 ആളുകൾ അവരെ സഹായിക്കാനുണ്ട്. അവരെയൊക്കെ നോക്കിക്കൊണ്ട് ശ്രീരാജ് മുന്നോട്ട് നടന്നു. ശ്രീരാജിൻ്റെ അമ്മ അവൻ്റെ ബെഡിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു. എന്നിട്ട് ശ്രീരാജിനോട് അവിടെ കിടക്കാൻ പറഞ്ഞു. ടെസ്റ്റുകളും മരുന്നുകളും ചികിത്സകളുമായി ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി. ശ്രീരാജിൻ്റെ ശരീരം ക്ഷീണിച്ച് മെലിഞ്ഞു തുടങ്ങി. ശ്രീരാജിൻ്റെ ഭാര്യ ബിന്ദു കോളേജ് കഴിഞ്ഞാൽ ഒരു ഓട്ടോ പിടിച്ച് നേരെ മെഡിക്കൽ കോളേജിൽ വരും. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം വേറെ ഒരു ഓട്ടോ പിടിച്ച് അവൾ അവളുടെ വീട്ടിലേക്ക് പോകും. ദിവസങ്ങൾ അങ്ങനെ വീണ്ടും ഒരുപാട് കഴിഞ്ഞുപോയി. ദിവസവും കോളേജ് വിട്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ പോവുക, പിന്നീട് വീട്ടിൽ പോവുക. ബിന്ദുവിന് ഇത് ഒരു ബുദ്ധിമുട്ടായി തോന്നിത്തുടങ്ങി. പിന്നീട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമായി ബിന്ദു ഹോസ്പിറ്റലിൽ പോവാറ്. ഞായറാഴ്ച ലീവാണെങ്കിൽ പോലും ബിന്ദു ഹോസ്പിറ്റലിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കും. ബിന്ദുവിൻ്റെ അമ്മ ബിന്ദുവിനോട് പറയും, മോളെ, നിന്റെ ഭർത്താവല്ലേ അവിടെ കിടക്കുന്നത്, നിനക്ക് അവിടെ പോയിട്ട് അവന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുക. ഈ അവസ്ഥയിലാണ് ഭാര്യമാർ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കടമ ചെയ്യേണ്ടത്. ഈ ഒരു അവസ്ഥയിൽ തൻ്റെ ഭാര്യയും മക്കളും തന്നോട് കൂടെ ഉണ്ടാവണമെന്ന് ഏതൊരു ഭർത്താക്കന്മാരും ആഗ്രഹിക്കും. അതുകൊണ്ട് ഈ സമയത്താണ് ഭാര്യമാർ അവരുടെ അടുത്ത് കൂടുതലായി വേണ്ടത്. ബിന്ദു മറുപടി ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല, അത് കേട്ടതായി പോലും ബിന്ദു നടിച്ചില്ല. കുറച്ച് സമയത്തിന് ശേഷം ശ്രീലക്ഷ്മി മോൾ ബിന്ദുവിൻ്റെ അടുത്ത് വന്ന് ബിന്ദുവിനോട് പറഞ്ഞു, അമ്മേ, എനിക്ക് അച്ഛനെ കാണണം. അച്ഛനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ശ്രീലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ബിന്ദു ശ്രീലക്ഷ്മിയോട് പറഞ്ഞു, മിണ്ടാതിരിക്ക്, കുട്ടികൾക്ക് അങ്ങനെ എപ്പോഴും ഹോസ്പിറ്റലിലൊന്നും പോവാൻ പറ്റില്ല. ശ്രീലക്ഷ്മി അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. എനിക്ക് അച്ഛനെ കാണണം. ശ്രീലക്ഷ്മി വാശി പിടിച്ചു. ബിന്ദു അവസാനം പറഞ്ഞു, കൊണ്ടുപോവാം, നാളെ ആവട്ടെ. സ്കൂൾ വിട്ട് നീ പുറത്തു വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും. അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോവാം. ശ്രീലക്ഷ്മി കണ്ണു തുടച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. ശ്രീലക്ഷ്മി വളരെ ഹാപ്പിയായി. അവൾ അവളുടെ അച്ഛനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. കണ്ടിട്ട് മാസങ്ങളായി. അച്ഛൻ ഹോസ്പിറ്റലിലാണ് എന്ന് മാത്രം അവൾക്കറിയാം. വേറെ ഒന്നും ശ്രീലക്ഷ്മിക്കറിയില്ല. കുറേ കാലമായി അമ്മയോട് അച്ഛനെക്കുറിച്ച് ചോദിക്കും. ബിന്ദു അതിനൊന്നും ശ്രീലക്ഷ്മിക്ക് മറുപടി കൊടുക്കാറുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ച് കരഞ്ഞിട്ടും കാര്യമുണ്ടായിരുന്നില്ല. ഇനി നാളെ എന്തായാലും അച്ഛനെ കാണാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ ശ്രീലക്ഷ്മി ഇരുന്നു. അച്ഛനെ അമ്മ കാണിച്ചു തരും എന്ന് പറഞ്ഞതാണല്ലോ. ശ്രീലക്ഷ്മി വളരെ സന്തോഷത്തിലായി. ശ്രീരാജിനും തൻ്റെ മോളെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ഈ രൂപത്തിൽ മോള് തന്നെ കണ്ടാലുണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് അദ്ദേഹം അത് ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം സ്കൂളിൽ പോവാൻ സമയം ശ്രീലക്ഷ്മി ബിന്ദുവിനോട് പറഞ്ഞു, അമ്മേ, ഞാൻ സ്കൂളിൽ പോവുകയാണ്. ഇന്ന് അച്ഛനെ കാണാൻ കൊണ്ടുപോവാൻ അമ്മ വരണം കേട്ടോ എന്ന് പറഞ്ഞ് സ്കൂൾ ബസ് വരാൻ സമയമായി എന്ന് പറഞ്ഞ് അവൾ നടന്നു. അതിനുശേഷം ബിന്ദുവും അവൾ പഠിപ്പിക്കുന്ന കോളേജിലേക്ക് പോയി.
പിന്നീട് കോളേജ് വിട്ടതിനു ശേഷം ബിന്ദു ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോവാൻ അവളുടെ സ്കൂളിലേക്ക് ഒരു ഓട്ടോ വിളിച്ചു വന്നു. ആ സമയത്ത് ബിന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ, ആരാണ്? ബിന്ദു ചോദിച്ചു. ഫോൺ വിളിച്ച ആൾ തിരിച്ചു ചോദിച്ചു, ഇത് ബിന്ദു ടീച്ചറാണോ? അതെ എന്ന് ബിന്ദു ടീച്ചർ മറുപടി പറഞ്ഞു. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്, അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് എന്ന് വിളിക്കും. രഞ്ജിത്ത് എന്ന പേര് കേട്ടതും ബിന്ദു ഒരു നിമിഷം നിശബ്ദയായി. എന്നിട്ട് ബിന്ദു പറഞ്ഞു, എന്താണ് കാര്യം? ഞാൻ അത്യാവശ്യമായി ഒരിടം വരെ പോവുകയാണ്, വേഗം പറയൂ. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, സോറി, ഞാൻ വളരെ അത്യാവശ്യമായി ഒന്നും വിളിച്ചതല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വിളിച്ചതാണ്. ബിന്ദു ചോദിച്ചു, എന്താണ് കാര്യം? രഞ്ജിത്ത് പറഞ്ഞു, ഓ, അത് അതിന് മാത്രം വലിയ കാര്യമൊന്നുമല്ല, ബിന്ദുവിൻ്റെ തിരക്കുകളൊക്കെ കഴിയട്ടെ, ഇന്ന് രാത്രി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് രഞ്ജിത്ത് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ബിന്ദു ശ്രീലക്ഷ്മിയെയും കൂട്ടി നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ശ്രീലക്ഷ്മി മാസങ്ങൾക്കു ശേഷം തൻ്റെ അച്ഛനെ കാണാൻ പോവുകയാണ്. ബിന്ദുവിൻ്റെ ഉള്ളും പിടക്കാൻ തുടങ്ങി. ശ്രീരാജിന് അസുഖമായതിനു ശേഷം ശ്രീലക്ഷ്മി ഇന്ന് വരെ അച്ഛനെ കണ്ടിട്ടില്ല. ഈ അവസ്ഥയിൽ ശ്രീലക്ഷ്മി ശ്രീരാജിനെ കണ്ടാൽ എന്താകും എന്ന് ആലോചിച്ച് ബിന്ദു മുന്നോട്ട് നടന്നു. എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടില്ല, ശ്രീലക്ഷ്മിയെ ഇന്ന് ശ്രീരാജിനെ കാണിക്കണം, ബിന്ദു മനസ്സിൽ ഉറപ്പിച്ചു. മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ കയറി അവർ മുന്നോട്ട് നടന്നു. രോഗികൾ കിടക്കുന്ന വാർഡിൻ്റെ നടുവിലൂടെയുള്ള വഴിയിലൂടെ അവർ മുന്നോട്ട് നടന്നു. ശ്രീലക്ഷ്മിയുടെ ഉള്ളിൽ ഭയം കൂടിക്കൂടി വന്നു തുടങ്ങി. എൻ്റെ അച്ഛൻ എന്താണ് അസുഖം? അമ്മയോട് ചോദിച്ചാൽ അമ്മ ഒന്നും പറഞ്ഞു തരാറില്ല. അങ്ങനെ അവർ ക്യാൻസർ വാർഡിൻ്റെ മുന്നിലെത്തി. ക്യാൻസർ വാർഡ് സി. ശ്രീലക്ഷ്മി അത് വായിച്ചു. ശ്രീലക്ഷ്മിക്ക് പേടി കൂടിക്കൂടി വന്നു. ബിന്ദു ആ വാർഡിലേക്ക് കയറി. ശ്രീലക്ഷ്മി അവിടെ നിൽക്കുകയാണ്. മുന്നോട്ട് നടക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. ബിന്ദു അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ശ്രീലക്ഷ്മി മുന്നോട്ട് നോക്കിയപ്പോൾ അതാ അവളുടെ അച്ഛൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നു. അച്ഛമ്മയെ എന്ന് വിളിച്ച് അവൾ ഓടിപ്പോയി ശ്രീരാജിൻ്റെ അമ്മയെ വാരിപ്പുണർന്നു. ശ്രീരാജിൻ്റെ അമ്മ അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. എന്നിട്ട് ശ്രീരാജിൻ്റെ അമ്മ അവളോട് ചോദിച്ചു, മോൾക്ക് അച്ഛനെ കാണണ്ടേ? കാണണം എന്ന അർത്ഥത്തിൽ ശ്രീലക്ഷ്മി തലയാട്ടി. ഇതാ ഈ ബെഡിൽ കിടക്കുന്ന മോളുടെ അച്ഛൻ എന്ന് പറഞ്ഞു ശ്രീരാജിൻ്റെ അമ്മ ശ്രീരാജ് പുതച്ച പുതപ്പ് മാറ്റി. ശ്രീലക്ഷ്മി അവളുടെ അച്ഛനെ കണ്ടതും അവൾ ആകെ അന്തം വിട്ട് നിന്നുപോയി. ഒരു നിമിഷം ഇത് തൻ്റെ അച്ഛനല്ലേ എന്ന് വരെ ശ്രീലക്ഷ്മി ചിന്തിച്ചു. അച്ഛൻ എന്താ പറ്റിയേ? അച്ഛൻ എന്താ ഇങ്ങനെ മെലിഞ്ഞൊട്ടിയിരിക്കുന്നു? ആ സമയം ഉറക്കത്തിലായിരുന്ന ശ്രീരാജ് ഉണർന്നു. ശ്രീലക്ഷ്മിയെ കണ്ടതും സന്തോഷം കൊണ്ട് ശ്രീരാജിൻ്റെ കണ്ണുകൾ വിടർന്നു. ശ്രീരാജ് തൻ്റെ മകളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അദ്ദേഹം ബെഡിൽ ഇരുന്നു തൻ്റെ മകളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുംബിച്ചു. ശ്രീരാജിൻ്റെ മനസ്സ് നിറഞ്ഞു. തൻ്റെ മകളെ കണ്ട സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് കണ്ടു നിന്ന അമ്മയ്ക്ക് തൻ്റെ സങ്കടം അടക്കി നിർത്താൻ സാധിച്ചില്ല. അമ്മ വിതുമ്പിക്കരഞ്ഞു. അവസാനം ശ്രീരാജ് ബിന്ദുവിനോട് പറഞ്ഞു, മോളെയും കൂട്ടി വീട്ടിൽ പോയിക്കോളൂ, ശ്രദ്ധിച്ചു പോവണം. അങ്ങനെ ബിന്ദു മോളെയും കൂട്ടി ഒരു ഓട്ടോ പിടിച്ച് ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി രണ്ടുപേരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ബിന്ദുവിൻ്റെ മൊബൈൽ ഫോൺ അടിച്ചു. ബിന്ദു ഫോൺ എടുത്തു. ബിന്ദു ചോദിച്ചു, ഹലോ, ആരാണ്? ഫോൺ വിളിച്ച ആൾ പറഞ്ഞു, ഞാൻ രഞ്ജിത്താണ്, ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. ബിന്ദു പറഞ്ഞു, ആ ശരിയാ, നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ, എന്താണ്? രഞ്ജിത്ത് പറഞ്ഞു, ഉണ്ട്. ബിന്ദു ഇപ്പോൾ കോളേജിൽ പ്രൊഫസറാണല്ലേ? ബിന്ദു പറഞ്ഞു, അതെ. ഉടനെ രഞ്ജിത്ത് ചോദിച്ചു, ബിന്ദുവിന് എന്നെ മനസ്സിലായോ? ബിന്ദു പറഞ്ഞു, ഇല്ല, നിങ്ങളൊരു അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞു. രഞ്ജിത്ത് പറഞ്ഞു, അപ്പോൾ എന്നെ മറന്നു അല്ലേ ബിന്ദു? ബിന്ദുവിൻ്റെ മനസ്സിൽ രഞ്ജിത്ത് എന്ന പേര് അലയടിക്കാൻ തുടങ്ങി. ബിന്ദു ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, അതെ ബിന്ദു, നീ ഇപ്പോൾ ആലോചിക്കുന്ന ആ രഞ്ജിത്ത് തന്നെയാണ് ഞാൻ. ബിന്ദു മറുപടി ഒന്നും പറഞ്ഞില്ല. ബിന്ദു പറഞ്ഞു, എന്തിനാ വിളിച്ചത്? അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, അത് പറയാം. വരുന്ന ജനുവരി 10 നമ്മുടെ നെല്ലിപ്പാറയിലുള്ള സ്കൂളിൽ വെച്ച് നമ്മുടെ പഴയ ആ 10ാം ക്ലാസ് കൂട്ടുകാർ ഒന്നിച്ചു ചേരുകയാണ്. വീണ്ടും ആ 10ാം ക്ലാസ്സിലേക്ക് എന്ന് പേരിട്ട് നാം ജനുവരി 10 ഒത്തുചേരുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ആ 10ാം ക്ലാസ്സിലേക്ക് എന്ന് തന്നെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരിട്ടിട്ടുള്ളത്. നിന്നെ അതിൽ ആഡ് ചെയ്യുകയാണ് എന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു.
എന്നിട്ട് വീണ്ടും ആ 10ാം ക്ലാസ്സിലേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ബിന്ദുവിൻ്റെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് വേറെ ഒരു നമ്പറിൽ നിന്നും ബിന്ദുവിൻ്റെ വാട്സപ്പിലേക്ക് ഒരു ഹായ് എന്ന മെസ്സേജ് വന്നു. ബിന്ദു ആ നമ്പർ ഒന്ന് നോക്കി. പരിചയമില്ലാത്ത നമ്പർ. ഒരു പക്ഷേ സ്കൂൾ ഗ്രൂപ്പിലെ ആരെങ്കിലും ആയിരിക്കും. അവൾ സ്കൂൾ ഗ്രൂപ്പിൽ നോക്കി. എവിടെയും ആ നമ്പർ കണ്ടില്ല. പിന്നെ ആരാ ഈ നേരത്ത് ഈ മെസ്സേജ് അയച്ചത്? ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ഉടൻ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. വീഡിയോ മിസ്സാവാതെ കാണുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. താങ്ക് യു.